ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന പല പ്രിയപ്പെട്ടവരും വലിയ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവർക്കും ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദീർഘവർഷങ്ങളായി വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് പോലും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവരെ കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിടുതൽ ലഭിക്കുമെന്ന് കരുതി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നവർ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞാൽ അവിടേക്ക് പ്രതീക്ഷകളോടെ ഓടിപ്പോയിട്ട് ഒന്നും കിട്ടാതെ നിരാശിതരായി തീരുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ യാത്ര ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരും വലിയ കുടുക്കുകളിലും വലിയ പ്രശ്നങ്ങളിലും പോയി പിന്നത്തേതിൽ ചാടി അവർ ദൈവത്തെ ത്യജിച്ചു പറയുന്ന അവസ്ഥകൾ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് തോന്നുന്ന വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് നാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം അവിടെയും ഇവിടെയും ഓടിയിട്ടും അവിടെ വിടുതൽ കിട്ടും, ഇവിടെ വിടുതൽ കിട്ടും, അല്ലെങ്കിൽ ഇന്നടത്തെൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഓടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളൊരു കാര്യമല്ലാതെ അതിനപ്പുറത്ത് പലപ്പോഴും മറ്റൊരു കാര്യവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഒരുപാട് പ്രിയപ്പെട്ടവർ ചതിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ഒരു മേഖലകളിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഭക്തന്റെ ഭവനത്തിൽ എഴുന്നള്ളി എത്തുന്ന ദൈവമാണ്. ദൈവത്തെ കാണാനും ദൈവാനുഗ്രഹം പ്രാപിക്കാനും കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നവർ, കണക്കില്ലാതെ പണം ചെലവാക്കുന്നവർ, അങ്ങനെ ദൈവാനുഗ്രഹത്തിനായി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ, ആചാരങ്ങൾ എത്ര ഭയാനകമാണ്. എന്നാൽ സർവശക്തനായ ദൈവം, സൃഷ്ടാവായ ദൈവം, സർവവ്യാപിയായ നിത്യനായ ദൈവത്തിന് നമ്മുടെ പണമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധ്വാനമോ ഒന്നുമല്ല ആ ദൈവത്തിന് ആവശ്യം. വേദപുസ്തകം പറയുന്നത് വിശ്വസ്തയോടെ തന്നെ സേവിക്കുന്ന, പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന് ആവശ്യമുള്ള സമയത്ത് അവൻ്റെ കൂടാരത്തിൽ എത്തിച്ചേരുന്ന ദൈവമാണ്. വചനത്തിൽ നിന്ന് ഞാനിതൊന്ന് തെളിയിക്കുവാനും ചില തിരുത്തലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതനുസരിച്ചൊന്ന് പ്രാർത്ഥിക്കാനും ജീവിതം ക്രമീകരിക്കാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വേഗത്തിൽ ഈ ദൈവവചന സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എത്തിയിരിക്കാം. സത്യസന്ധമായി, അതേ നിർമ്മലതയോടെ വചനത്തെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ അത് അനുഗ്രഹമായി മാറും. വളച്ചുകെട്ടലുകളില്ലാതെ, തെറ്റായ ദൈവത്തിന് സ്തോത്രം, തെറ്റായ വ്യാഖ്യാനങ്ങൾ കൂടാതെ സത്യസന്ധമായി വചനം, വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. വേദപുസ്തകത്തിൽ ഒരുപാട് വ്യക്തികൾ വളരെ കഠിനമായ ശോധനകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അവര് ദൈവത്തിൽ ആശ്രയിക്കാത്തവരല്ലായിരുന്നു, ദൈവശബ്ദം കേൾക്കാത്തവരല്ലായിരുന്നു, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാത്തവരല്ലായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ പരാജയപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ അവരതിനെ തരണം ചെയ്ത് എങ്ങനെ അവരുടെ ജീവിതം വിജയമായി തീർന്നു എന്നുള്ളതാണ് വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വേഗത്തിൽ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ദൈവഭക്തനായ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതേ ഒരു ദൈവമനുഷ്യൻ, ആ ദൈവമനുഷ്യന്റെ കൂടാരത്തിലേക്ക് ദൈവം എഴുന്നള്ളി എത്തുകയാണ്. വേഗത്തിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കമായി ഞാനത് വിവരിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വെയിലുറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ നോക്കുമ്പോൾ
3 പേര് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പഠിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും, 1 യഹോവയാം ദൈവവും 2 ദൂതന്മാരുമായിരുന്നു. ദൈവഭക്തനായ ദൈവമനുഷ്യനായ അബ്രഹാമിന്റെ കൂടാരത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ, ദീർഘനാളുകളായി കാത്തിരുന്ന വാഗ്ദത്തം തനിക്ക് നൽകി കൊടുക്കുവാൻ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം എത്തി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ് നമ്മൾ അബ്രഹാമിന്റെ ചരിത്രം കാണുന്നത്. 11 വരെയുള്ള അധ്യായങ്ങളിൽ തന്നിഷ്ടക്കാരായി, അതെ, തങ്ങൾക്ക് തോന്നിയതുപോലെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പാപങ്ങളിൽ ജീവിച്ച വലിയൊരു കൂട്ടം മനുഷ്യജാതിയുടെ ഇടയിൽ നിന്ന് തൻ്റെ വഴികളിൽ നടക്കുവാൻ, തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഒരു വലിയ ജനറേഷനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് പുറത്തിറക്കുന്നത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 2 കുടുംബം നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. 2 കുടുംബം. അതിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ കുടുംബമാണ്. മറ്റൊരു കുടുംബം അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ കുടുംബമാണ്. ഈ 2 കുടുംബങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. ഈ 2 കുടുംബം സത്യത്തിൽ എന്താണ് കാണിക്കുന്നത്? 2 പേരും ദൈവത്തെ വിളിച്ചിറങ്ങി തിരിച്ചവരാണ്. പക്ഷേ 2 പേർക്കും ധ്രുവങ്ങളിലെ വ്യത്യാസം പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരുന്നു. എങ്ങനെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം യാത്ര ചെയ്ത് പോയിടത്തൊക്കെ ദൈവശബ്ദം കേട്ട് മാത്രം യാത്ര ചെയ്തവനാണ്. യാഗപീഠങ്ങൾ പണിത് ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ജീവിച്ച ദൈവഭക്തനായ മനുഷ്യൻ. പക്ഷെ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞത് കേട്ടൊക്കെ ഇറങ്ങി തിരിച്ചവനാണെങ്കിലും ആത്മീകതയെ വലിയ ഗൗരവമായിട്ട് എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന സാഹചര്യം വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും പിണക്കമുണ്ടായപ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വന്നപ്പോൾ അബ്രഹാം സർവ്വസ്വാതന്ത്ര്യത്തോടെ തെരഞ്ഞെടുക്കുവാൻ ലോത്തിന് അനുവാദം കൊടുക്കുകയാണ്. സത്യത്തിൽ അബ്രഹാം പിതാവിന്റെ സ്ഥാനത്താണ്, ലോത്ത് മകന്റെ സ്ഥാനത്താണ്. എങ്കിൽ പോലും ലോത്തിന് തീരുമാനമെടുക്കുവാനുള്ള സാവകാശം അബ്രഹാം കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി 13:10 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം നല്ലതെന്ന് കണ്ട്, നീരോട്ടമുള്ളതെന്ന് കണ്ട് തെരഞ്ഞെടുത്തു. പക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ സോദോം ഗോമറ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച്. അവിടുത്തെ ജനങ്ങൾ മഹാപാപികളായിരുന്നു, ദൈവം മുമ്പാകെ മഹാദോഷികളായിരുന്നു. സത്യത്തിൽ ആ പട്ടണം കാണാൻ നല്ലതാണെങ്കിലും ആ പട്ടണത്തിൽ വസിച്ച ആളുകൾ ഉണ്ടല്ലോ, ഹോമോസെക്ഷൽസ് ആയിരുന്നു. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന, ആ ദൈവം നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത, എന്താ പറയുന്നത്, ഏറ്റവും മാരകമായ പാപങ്ങളിൽ, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായ ഹോമോസെക്ഷുവാലിറ്റി ചെയ്യുന്ന ഒരു വലിയ പട്ടണമായിരുന്നു സോദോം ഗോമറ പട്ടണം. നോക്കുക, ദൈവത്തോട് ചോദിക്കാതെ സ്വന്തമായ തെരഞ്ഞെടുപ്പ് നടത്തി അവിടേക്ക് പോയ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ലോത്ത് സോദോം വരെ തന്റെ കൂടാരം നീക്കി അവിടെ പോയി പാർത്തു. 13-ന്റെ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുകയാണ്: ദൈവം പറയുന്നത് കേട്ട അബ്രഹാം ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് അവിടെ പാർത്തു. അവിടെ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു. പിന്നീടുള്ള അധ്യായങ്ങൾ നിങ്ങൾ നോക്കുക. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2 വ്യക്തികളുടെ കുടുംബത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. ലോത്തിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ലോത്ത് വെൽ സെറ്റിൽഡ് ആണ്. തനിക്ക് മക്കളുണ്ടെന്ന് മാത്രമല്ല, മക്കളുടെയൊക്കെ വിവാഹം ഏകദേശം ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ച് വെൽ സെറ്റിൽഡായി സമാധാനമായിട്ടിരിക്കുകയാണ്. പക്ഷേ ദൈവഭക്തനായ, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച ദൈവമനുഷ്യനായ അബ്രഹാമിന്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കുക. അനന്തരാവകാശി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തിയില്ല. ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ തന്റെ മുമ്പിൽ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങിയതല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കൊരു തലമുറയുണ്ടോ? എവിടെയാണ് നിന്റെ വാഗ്ദത്തം? ഇത്രയും നാൾ ആരാധിച്ചിട്ട്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് ലഭിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നാം ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖം നോക്കി ദൈവം പറയുന്നത് കേട്ട് നടക്കുമ്പോഴും മനുഷ്യന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എത്തപ്പെടാറില്ലേ? നോക്കുക, തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച മനുഷ്യന് ഫാമിലിയായി തട്ടിട്ട വീട്ടിൽ പാർക്കുന്നു, മക്കളെല്ലാം വളർന്നു, അവരുടെ കല്യാണമെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചു, ഒരു പ്രശ്നവുമില്ലാതെ പോകുന്നു. നാമും ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള
പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ലോകം നമ്മളോട് ചോദിക്കും, എവിടെയാണ് നിന്റെ പ്രാർത്ഥന, എവിടെയാണ് നിന്റെ ദൈവശബ്ദം, നിന്നോട് പറഞ്ഞ വാക്കെന്തി, നീ സേവിക്കുന്ന ദൈവമെന്തി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലെല്ലാം അവ്യക്തതകളാണ്. എനിക്ക് ദൈവവചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അബ്രഹാമിന്റെ ജീവിതം മുഴുവനും അവ്യക്തതകളാണ്, അൺസർട്ടനിറ്റീസ് ആണ്. ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാം, ആ മനുഷ്യൻ ആരാധന നിർത്തിയില്ല, ആ മനുഷ്യൻ പ്രാർത്ഥന നിർത്തിയില്ല, ആ മനുഷ്യൻ ദൈവവിശ്വാസം നിർത്തിയില്ല. നോക്കുക, 18-ാം അധ്യായത്തിൽ എല്ലാം പ്രതികൂലമായപ്പോൾ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇരിക്കുമ്പോൾ, ആ ദൈവമനുഷ്യന്റെ കൂടാരത്തിൽ തന്നെ തേടി ദൈവം ഇറങ്ങി വരികയാണ്. വീട് മാറിയില്ല, സ്ട്രീറ്റ് മാറിയില്ല, ലൈൻ മാറിയില്ല, അഡ്രസ്സ് മാറിയില്ല, കൃത്യമായി തന്റെ ഭവനത്തിലേക്ക് ദൈവം എത്തുകയാണ്. എന്തിനാണ് വന്നത്? പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ. ഇതിന്റെ അകത്തുനിന്ന് ചില ആത്മീക ദൂതുകൾ ഇന്ന് ഞാൻ ഇതിന്റെ അകത്തുനിന്ന് പറയട്ടെ. ഒന്ന്, ആരോഗ്യമുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ എല്ലാം പ്രതികൂലമാകുമ്പോൾ, അസാധ്യമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരും. അതാണ് നമ്മൾ ഈ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, തൻ്റെ ഭക്തനെ തേടി വരുന്ന ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തേടി വരുന്ന ദൈവമാണ്. ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ജീവിക്കുന്ന കാലങ്ങളിൽ വിശ്വസ്തയോടെ ജീവിക്കുക, വിശ്വസ്ത മാർഗത്തിൽ നടക്കുക. ലോത്തിന്റെ ഭവനത്തിലേക്ക് പോകുന്നത് 2 പേരാണ്. അത് മറ്റൊരു സന്ദേശത്തിൽ പറയാം. അബ്രഹാമിന്റെ ഭവനത്തിൽ 3 പേരാണ്. ലോത്തിന്റെ വീട്ടിൽ യഹോവ ചെല്ലുന്നില്ല, 2 ദൂതന്മാർ മാത്രമാണ് പോകുന്നത്. എന്താണ് കാരണമെന്നുള്ളത് സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല. മറ്റൊരു സന്ദേശത്തിൽ നമുക്ക് കേൾക്കാം. നോക്കുക, ആ ദൈവഭക്തനായ മനുഷ്യനെ അനുഗ്രഹിക്കാൻ അവന്റെ കൂടാരത്തിലേക്ക് ദൈവം എത്തി. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് കഴിവുള്ളപ്പോൾ, നാം പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ, നമ്മുടെ കഴിവുകൾ ക്ഷീണിക്കുമ്പോൾ, എല്ലാം തളർന്നു, എല്ലാം തീർന്നുവെന്ന് നാം ചിന്തിക്കുമ്പോൾ, അതേ ഒരു സാധ്യതകളുമായി പറഞ്ഞ വാക്ക് നിവർത്തിക്കുവാൻ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ അന്വേഷിച്ച് നാം എങ്ങും ഓടേണ്ടെന്നേ ആവശ്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ ഓടി അലഞ്ഞ് പ്രശ്നപരിഹാരത്തിനായി നടക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, നിന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരും. 2-3 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് 25 വർഷമായിട്ടും ഈ മനുഷ്യന് ദൈവം മറുപടി കൊടുക്കാത്തത്? നമുക്ക് നൽകി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. 75 വർഷം കൽദയ പട്ടണമായ ഊരിൽ ജീവിച്ച് അന്യാരാധനയിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യന് പെട്ടെന്ന് ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ 25 വർഷം കൊണ്ട് 75 വർഷങ്ങളിൽ തൻ്റെ ഉള്ളിൽ പതിഞ്ഞ ചിന്താഗതികളെ ദൈവം മായ്ച്ചു കളഞ്ഞ്, ദൈവം ആരാണെന്ന്, ദൈവാശ്രയം എന്താണെന്ന്, ദൈവത്തിന്റെ വഴി എന്താണെന്ന്, ദൈവത്തെക്കാൾ വലുതല്ല വാഗ്ദത്തം, വാഗ്ദത്തം ചെയ്തവനേക്കാൾ വലുതല്ല വാഗ്ദത്തം എന്നുള്ള തിരിച്ചറിവ് അബ്രഹാമിന് ദൈവം നൽകി കൊടുത്തു. അതിന്റെ തെളിവല്ലേ ഈ കൊടുത്ത ഏകജാതനായ പുത്രനെ ചോദിച്ചപ്പോൾ ഒരു വൈമനസ്യവും കൂടാതെ ആ തലമുറയെ ദൈവത്തിന് മടക്കി കൊടുക്കുവാനുള്ള മനസ്സ് ഈ മനുഷ്യൻ എങ്ങനെ വന്നു എന്നറിയാമോ? നാം മനസ്സിലാക്കണം, 25 വർഷങ്ങൾ കൊണ്ട് താൻ ദൈവത്തെ മനസ്സിലാക്കി. പലപ്പോഴും ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ വലിയതായി കണക്കാക്കുന്നവരാണ്. മറക്കരുത്, ദൈവത്തെക്കാൾ വലിയതല്ല ഒരു അനുഗ്രഹവും, തന്നവനേക്കാൾ വലുതല്ല തന്ന അനുഗ്രഹങ്ങളൊന്നും. അതേ, വാഗ്ദത്തത്തേക്കാൾ വലുതാണ് വാഗ്ദത്തം ചെയ്തവനെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 18:20 വാക്യം സുപരിചിതമായ വാക്യമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. നോക്കുക, ആത്മാർത്ഥമായി പരമാർത്ഥമായി ഒരാൾ കർത്താവിനെ വിളിച്ചാൽ അവന്റെ മുറിക്കകത്ത് ദൈവം ഇറങ്ങി വരും. അത് അനുഭവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ പ്രസംഗിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ മുറികളിൽ നമ്മളെ സഹായിക്കാൻ, നമ്മുടെ പ്രശ്നത്തിന്റെ അകത്ത് ഉത്തരവുമായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമത്തിലെ മറ്റു ചില ആത്മീക വെളിപ്പാടുകൾ കൂടെ ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:23-24 യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. യേശു അവരെ വിട്ടുപിരിയുമ്പോൾ വേദനയോടെ, ഇനിയും ഞങ്ങൾ ഒരിക്കലും യേശുവിനെ കാണത്തില്ലെന്നുള്ള വേദനയോടെ നിൽക്കുന്ന തന്റെ സ്നേഹിതരായ, തൻ ജീവൻ കൊടുത്ത ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും, അവനെ പിതാവ് സ്നേഹിക്കും. തീരുന്നില്ല, ഞങ്ങൾ അവന്റെ അരികിൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നോക്കുക, എത്ര ശ്രേഷ്ഠമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, മുഴു സ്വർഗവും
അവനെ അനുഗ്രഹിക്കാൻ, അവന്റെ പ്രശ്നത്തിന്റെ അകത്ത് പരിഹാരം നൽകാൻ, അവനെ അതെ സഹായിപ്പാൻ ഇറങ്ങി വരും. റോമിലേക്കുള്ള പൗലോസിന്റെ കപ്പൽ യാത്രകൾ സുപരിചിതമാണ്. നോക്കുക, പൗലോസിനെ കൊല്ലുമെന്ന് പറഞ്ഞ്, പിച്ചി ചീന്തുമെന്ന് പറഞ്ഞ് വലിയ പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് അരികിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നും നീ പ്രയാസപ്പെടേണ്ട, യെരുശലേമിൽ എന്നെ സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷിക്കേണ്ടതാകുന്നു. വാക്കുകളെ ഞാൻ വേഗത്തിൽ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇറങ്ങി വരുന്നവനാണ് ദൈവം. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാം, തെറ്റിദ്ധാരണകളെല്ലാം തിരുത്താം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സകലത്തെയും അറിയുന്ന ദൈവമാണ്, ഞങ്ങളെ തേടി അവിടുന്ന് വരുന്ന ദൈവമാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഞങ്ങൾക്കുള്ള മറുപടിയുമായി ഞങ്ങളെ കരുതുന്ന കർത്താവാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ. അവരുടെ വേദനകളുടെ മധ്യത്തിൽ, ചോദ്യങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന കർത്താവുണ്ടല്ലോ. സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വീണ്ടും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പുതിയ ചില ചിന്തകളുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.